ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണു മാനത്തെ കൊമ്പനാന പുറത്ത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ, അമ്പിളി അമ്മാവൻ്റെ പാട്ടൊക്കെ പാടി ഇവിടെ കുമ്പിട്ടിരിക്കുന്നത് ഒരു പാളയംകോടൻ കൊലയാണ്. ഇന്നലെ നോക്കിയപ്പോൾ പഴുത്തതല്ലായിരുന്നു, ഇന്ന് നോക്കിയപ്പോൾ അതിൽ 2 പെടല പഴുത്തു. അതാണ് ഇന്ന് ഇവിടെ കുമ്പിട്ടിരിക്കുന്നത്. ഈ വാഴയെപ്പറ്റി പറയാം. ഈ വാഴ എത്ര കുഞ്ഞാന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞു വാഴയിൽ ഇത്രയും വലിയ കൊലയുണ്ടായിട്ടും ഈ വാഴ ഒടിയാതെ പിടരാതെ നിൽക്കുന്ന രഹസ്യവും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതെല്ലാം തമ്മിൽ കോർത്തിണക്കി കെട്ടിയേക്കുകയാണ്. അതായത് ഓരോന്നും കെട്ടിയിട്ടില്ല, എല്ലാം കോർത്തിണക്കി, ഇത് കണ്ടോ, കോർത്തിണക്കി കെട്ടിയേക്കുകയാണ്. അവസാനം ഒരു കെട്ടേ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു വാഴകൾ വളരും തോറും അകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരെല്ലാം തമ്മിൽ ഒരൈക്യത്തിൽ നിൽക്കും. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അങ്ങനെ വരുമ്പോൾ വാഴ പെടരില്ല. അതാണ് ഇതിനകത്തെ പ്രധാന ഒരു രഹസ്യം. അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞു വാഴയിൽ ഇത്രയും വലിയ ഒരു കൊല, അതും ഓരോ കായും വളരെ നല്ലതാണ്, വളരെ വലിപ്പമുള്ളതാണ്. ഞാൻ ഒരു എങ്കിലും പഴുത്തിട്ടേ ഞാൻ കൊല വെട്ടാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതേപ്പറ്റി പറയുമ്പോൾ ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാരക്കണ്ണൻ കൊണ്ടുപോയതാണ്. അതവർ കൊണ്ടുപോട്ടെ. അവർക്ക് സ്വന്തമായി കൃഷിപ്പറമ്പോ ഭൂമിയോ ഒന്നുമില്ലാത്തവരല്ലേ. ഒരു കായൊക്കെ അവർ കൊണ്ടുപോട്ടെ. അതിന് നമ്മൾ പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. അവരും ഈ പ്രകൃതിയിലെ ജീവജാലമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ. ഈ വാഴയെ പറ്റി പറയുമ്പോൾ 20 രൂപ കൊടുത്ത് വാഴവിത്ത് മേടിച്ച് നട്ടു. ഏതാണ്ട് 10 രൂപയുടെ വളം വെച്ച് 3 തവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ വാഴയും വലിയ വാഴക്കൊലയും. ഇതേപ്പറ്റി പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സിനിമ ഇറങ്ങിയതാണ് ഓർക്കുന്നത്. ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന് പറഞ്ഞ പോലെ ചെറിയ വാഴയും വലിയ വാഴക്കൊലയും. ഇങ്ങനെ പറമ്പിലൂടെ നടക്കുമ്പോൾ വാഴക്കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ലാലു അലക്സ് സാറിനെയാണ് ഓർമ്മ വരുന്നത്. എന്തെന്ന് ചോദിച്ചാൽ മനസ്സിന് കുളിര് കോരിയിടും. അദ്ദേഹം പറയാറില്ലേ, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ കുളിര് കോരിയിടുകയാണെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. നിങ്ങളും ഒരിറ്റ് ഭൂമി കളയാതെ വാഴ നടുക. ഇപ്പോൾ വാഴക്കൊലയ്ക്ക് വില കുറവാണ്. അതുകൊണ്ട് ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വീട്ടിൽ കൊണ്ടുപോയി ചാരി വെച്ചിട്ട് പുട്ടും പഴവും ഉണ്ടാക്കി ഒരാഴ്ച കഴിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പുട്ടും പഴവും ഉണ്ടാക്കി ഞമ്മെന്ന് നമുക്ക് കഴിക്കാം. അതാണ് ഈ വില കുറവുള്ളപ്പോൾ ഇത് കൊടുത്ത് നിസ്സാര വില മേടിക്കുന്നതിലും നമുക്ക് ലാഭകരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.